ഹലോ കൂട്ടുകാരെ, ഇത് 2 ദിവസത്തെ ഒരു ചായ കുടിക്കുന്ന സമയത്തുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഒരു 3-3:30 എടുത്തതാണ്. അപ്പോൾ നമ്മൾ ചായക്ക് ഒരു ദിവസം പപ്പടവടയും രണ്ടാമത്തെ ദിവസം നമ്മൾ അരിയുണ്ടയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പപ്പടവട ഉണ്ടാക്കാനായിട്ട് നമ്മൾ പച്ചരി കുതിർത്തിട്ട് അരച്ച് വെച്ചു കേട്ടോ. പിന്നെ നമ്മളൊന്ന് പപ്പടം ചൂടാവാനായിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബാറ്ററിൽ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി, അതേപോലെ തന്നെ കറുത്ത എള്ളില്ലേ, അതും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഓരോ പപ്പടമായിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ പപ്പടങ്ങളായിട്ട് നമ്മൾ കോരി വയ്ക്കുക. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു തെറ്റ് പറ്റി. ഞാൻ ഒരു പാത്രത്തിൽ നമ്മുടെ ഈ പപ്പടവടയൊക്കെ ഭംഗിയായിട്ട് കോരി മാറ്റിയത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതിൽ സേവ് ആയില്ല. അപ്പോൾ ഞാൻ അദ്വികൂട്ടൻ്റെ അടുത്ത് പറയുകയാണ്, കുറേ ദിവസമായില്ലേ സ്കൂൾ അടച്ചതിന് ശേഷം അദ്വികൂടെ ബുക്ക് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് ബുക്ക് എടുത്തിട്ട് ഒന്ന് വായിച്ച് നോക്കുക പറഞ്ഞു. ആദ്യമൊക്കെ പുള്ളിക്കാരൻ കുറച്ച് ഇതിലൊക്കെ തുടങ്ങി പഠിക്കാൻ, പിന്നെ ആൾക്ക് പറ്റുന്നില്ല. പിന്നെ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്നിട്ട് ബുക്കൊക്കെ അവൻ എടുത്ത് വെച്ചു. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ വ്ളോഗാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മൾ അരിയുണ്ടയാണ് ഉണ്ടാക്കണത്. അപ്പോൾ രണ്ട് കുട്ടികളും 2 പേരും ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ശർക്കര, ഇത് പൊടിച്ച ശർക്കര തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ശർക്കര ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേ സൈഡ് അരിയുണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള അരി നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാഷ്യൂം കൂടിയും ഇട്ടാൽ കുട്ടികൾക്ക് നല്ലതാണ്. ബേക്കറി കഴിക്കണേക്കാട്ടിലും കൂടുതൽ നല്ലതാണിത്. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളത്തോട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലോട്ട് അരി വറുക്കുകയാണ് കേട്ടോ. ഈ അരിയാണ് നല്ല ബ്രൗണിഷ് കളറാവണം കേട്ടോ. പിന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ. തേങ്ങയും കശുവണ്ടിയൊക്കെ നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു പാനിൽ കുറച്ച് തേങ്ങ വറുത്തിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി കേട്ടോ. എന്നിട്ട് ഈ ബ്രൗൺ കളർ ആയത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ ശർക്കര പാനിയിലോട്ട് മാറ്റുകയാണ് ചെയ്യുക. മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മിക്സ് ചെയ്ത് കൊടുക്കും. ഈ ശർക്കരപ്പാനിയും ഈ തേങ്ങയുടെ ഇതും കൂടി മിക്സ് ആകുമ്പോൾ തന്നെ നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് അരിയും കൂടി ഉണ്ട്, അതും കൂടി ഇങ്ങനെ വറുത്തതാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പോൾ മിക്സ് ചെയ്യാണ്. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാണ് കേട്ടോ. ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു മഴയുടെ കോളൊക്കെ ഉണ്ട്. നല്ല ഇപ്പം മഴ പെയ്യും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിക്സിയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അരി വറുത്തത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചിട്ട് ഈ തേങ്ങയും ശർക്കരയും ബാറ്റർ ഇല്ലേ, അതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ അരി പൊടിച്ചതൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വരണം. എന്നിട്ട് ഓരോ ഉരുണ്ടയാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇതൊരു ഒരാഴ്ചത്തേക്കൊക്കെ കേട് വരാണ്ടിരിക്കും കേട്ടോ. ഇത് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചാൽ ഒരാഴ്ച വരയ്ക്കും ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാൽ കേട് വരില്ല കേട്ടോ. സോ ഇത്ര അരി ഉണ്ടയാണ് നമ്മൾ ആ ഒരു അരിപ്പൊടി കൊണ്ട്, ആ അരി വറുത്തതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ വ്ളോഗ് ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പപ്പടവടി അരിയുണ്ടയും. അപ്പോൾ താങ്ക് യു ഓൾ.